മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വീണ്ടും നടപടി. ഡൽഹി ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെ ഇ.ഡി. സമൻസ് അയച്ചു എന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ അപ്ഡേറ്റ് ചെയ്യും. രാധാകൃഷ്ണൻ പറയൂ. ിലെ ഒരു അടുത്ത മന്ത്രിക്ക് കൂടി ഇ.ഡിയുടെ സമൻസ് ലഭിച്ചിരിക്കുകയാണ്. കൈലാഷ് ഗെഹ്ലോട്ടിന്, ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് കൈലാഷ് ഗെഹ്ലോട്ടിനാണ് ഇപ്പോൾ ഈ സമൻസ് ലഭിച്ചിരിക്കുന്നത്. കൈലാഷ് ഗെഹ്ലോട്ടിനോട് ഈ അന്വേഷണവുമായി സഹകരിക്കാനാണ് ഇ.ഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈലാഷ് ഗെഹ്ലോട്ടിനെതിരെ ഈ കേസിൻ്റെ ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങളിൽ കൈലാഷ് ഗെഹ്ലോട്ടിൻ്റെ പങ്കുകൂടി ഇ.ഡി സംശയിക്കുന്നു. ഇവിടെ നിന്ന് ഈ ഹവാല ഗോവയിലേക്ക് കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈലാഷ് ഗെഹ്ലോട്ടിന് അറിയാം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചില നൽകിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചും കൈലാഷ് ഗെഹ്ലോട്ടിന് അറിവുള്ളതാണ്. ഇക്കാര്യങ്ങളിലെല്ലാം വിവരശേഖരണത്തിനാണ് ഇ.ഡി തയ്യാറെടുക്കുന്നതെന്നാണ് ഇ.ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ തങ്ങൾക്കെതിരായി എന്നാണ് ആം ആദ്മി പാർട്ടി ഇതിനോട് ആദ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആം ആദ്മി പാർട്ടി ഇതിനകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അപേക്ഷ അടക്കമുള്ളത് ഇനി ഏപ്രിൽ 3-ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി അടക്കമുള്ള അടുത്ത ദിവസം അവസാനിക്കാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കൈലാഷ് ഗെഹ്ലോട്ടിന് നൽകിയിരിക്കുന്ന സമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൈലാഷ് ഗെഹ്ലോട്ടിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനായി ഇ.ഡിക്ക് സാധിച്ചാൽ അത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അവരുടെ അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതാകും. അഥവാ കൈലാഷ് ഗെഹ്ലോട്ടും ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ട് പ്രതിചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്ന വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. താങ്ക് യു രാധാകൃഷ്ണൻ.